തരുണിന്റെ വീട്ടിൽ നിന്നും അവർ നേരെ പോയത് സോനയുടെ വീട്ടിലേക്കായിരുന്നു. നിങ്ങൾ ഇവരുടെ കൂടെ പള്ളിയിലേക്ക് വാ കേട്ടോ, ഞാൻ അവിടെ കാണും. സിദ്ധു അവരെ അവിടെ ഇറക്കിയതിന് ശേഷം അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അഭിയേട്ടൻ വരുന്നില്ലേ? അമ്മു സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല അമ്മു, ഇറങ്ങിയാൽ ഇനി അവിടെ എത്തുമ്പോൾ താമസിക്കും. നീ സോനയോട് പറഞ്ഞിരുന്നാ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ അവർ രണ്ടുപേരും കൂടി സോനയുടെ വീട്ടിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി. അമ്മു, കാറിലിരുന്നു കൊണ്ട് തന്നെ അവൻ വിളിച്ചതും അവളൊന്ന് നിന്നു. പിന്നെ അവനെ തിരിഞ്ഞു നോക്കിയതും അവൻ അവളെ കൈയാട്ടി അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. സൂക്ഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും നിൽക്കണ്ട കേട്ടോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അതിനിത് കൺഫേം ആയില്ലല്ലോ അഭിയേട്ടാ, നമ്മുടെ സംശയം മാത്രമല്ലേ? അവൾ ചിരിയോടെ തന്നെ അവനോട് മറുപടി പറഞ്ഞു. സംശയമാണേൽ സൂക്ഷിക്കേണ്ടത് നമ്മളല്ലേ അമ്മോ. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് തിരികെ പോകുമ്പോൾ ഹോസ്പിറ്റലിലൊന്ന് കയറാം. അവന് റിസൾട്ട് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് വേണ്ട അഭിയേട്ടാ, കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ എന്തായാലും രാത്രിയാകും. രാത്രി പിന്നെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ കാണുള്ളൂ. അവർ പിറ്റേന്ന് ചെല്ലാൻ പറയും. നമുക്ക് നാളെ രാവിലെ തന്നെ പോകാം, അത് മതി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ശരിവെച്ചു. സൂക്ഷിക്കണേ, അവൻ വീണ്ടും ആവലാതിയോടുകൂടി അവളോട് പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. തങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളെ അവൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാൻ സൂക്ഷിച്ചോളാം, അവിയേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് കാറെടുത്തു. എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു കിന്നാരം പറിച്ചില്? അവനോട് സംസാരിച്ചിട്ട് തിരികെ വന്ന അമ്മുവിനെ കണ്ട് ആദി സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ മോള് നാളെ കല്യാണം കഴിക്കുമ്പോൾ മനസ്സിലാക്കും. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നോക്ക്. അവൾ ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സോനയുടെ വീട്ടിലേക്ക് കയറി. കൂട്ടുകാരിയുടെ വിവാഹമായിട്ട് ഇപ്പോഴാണോ വരുന്നത് അമ്മു? അകത്തേക്ക് കയറി ചെന്നതും സോനയുടെ മമ്മി പരിഭവത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ സിംഗിൾ ആയിരുന്നെങ്കിൽ 2 ദിവസം മുമ്പേ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയില്ലേ മമ്മി? ഇതിപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടല്ലേ. മാത്രമാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനും? അപ്പോൾ പിന്നെ രണ്ടുപേരെയും ഒരുപോലെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അവിടെ ചെന്നില്ലെങ്കിൽ തരുണേട്ടൻ പിണങ്ങും, ഇവിടെ വന്നില്ലെങ്കിൽ ഇവളും പിണങ്ങും. അവൾ ചിരിച്ചുകൊണ്ട് സോനയുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വെറുതെ പറഞ്ഞത് അമ്മ മോളെ, നിങ്ങളെ കുറേ നേരമായിട്ട് അവൾ അന്വേഷിക്കുന്നുണ്ട്. മോള് കഴിച്ചിട്ടാണോ വന്നത്? സോനയുടെ മമ്മി അവളോട് ചോദിച്ചു. ആ, അമ്മു പറയാനായി തുടങ്ങിയതും ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അമ്മു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് പിരികം പൊക്കി ചോദിച്ചു. ഞങ്ങൾ കഴിച്ചില്ല ആൻറ്റി. ആദ്യം അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ചിരിച്ചു. ഇതാരാണെന്ന് മമ്മിക്ക് മനസ്സിലായോ? അമ്മു തൻ്റെ അടുത്ത് നിൽക്കുന്ന ആദിയെ ചൂണ്ടിക്കൊണ്ട് അവരോട് ചോദിച്ചു. നിങ്ങളുടെ ഫ്രണ്ടാണോ കോളേജിൽ പഠിച്ചേ? അവർ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഇതാ വീട്ടൻ്റെ അനിയത്തിയ, കസിൻ ആദിത്യ. ഞങ്ങൾ ആദിന്ന് വിളിക്കും. അവൾ പരിചയപ്പെടുത്തി. ആദിമോൾക്ക് വിശക്കുന്നുണ്ട് മോളെ. മോൾ അവളെ കണ്ടിട്ട് ആദിമോളെ കൂട്ടിക്കൊണ്ട് പോയി കഴിക്കണേ. അവൾ ഒരുങ്ങുന്നതേ ഉള്ളൂ. അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ടെന്ന ഓർഡർ. ഫൈനൽ ലുക്കിൽ കണ്ടാൽ മതിയത്രേ. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മുവും പുഞ്ചിരിച്ചു. അവർ മറ്റൊരു ബന്ധുവിനെ കണ്ടതും അങ്ങോട്ടേക്ക് പോയി. നമ്മൾ തരുണേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചതല്ലേ? അവിടുത്തെ മമ്മി നിർബന്ധിച്ചപ്പോൾ അമ്മു അവളോട് ചോദിച്ചു. അതെ, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ നീ എന്തിനാ മമ്മിയോട് കഴിച്ചില്ല എന്ന് കള്ളം പറഞ്ഞത്? വീണ്ടും അമ്മ സംശയത്തോട് ചോദിച്ചതും അവൾ ചിരിച്ചു കാണിച്ചു. ഇവിടെ വന്നപ്പോൾ നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട് അമ്മു. എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാ കഴിക്കാമെന്ന് പറഞ്ഞത്. അവൾ അമ്മുവിനെ നോക്കി പറഞ്ഞു. എടി, ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് എങ്ങനെയാ ചോറ് കഴിക്കുന്നേ? എനിക്ക് ഇപ്പം തന്നെ വയറ് നിറഞ്ഞൊരു ഫീലുണ്ട്. അമ്മ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അവിടുന്ന് കഴിച്ച 2 അപ്പം കൊണ്ട് വയറ് നിറഞ്ഞോ? പക്ഷേ എനിക്ക് നിറഞ്ഞിട്ടില്ല. ആദി അവളോട് ചോദിച്ചു. എനിക്ക് നിറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ ഒറ്റയ്ക്ക് പോയിരുന്നു കഴിച്ചാൽ മതി ഇവിടുന്ന്. അമ്മു അവളോട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. എടി, നീ കഴിക്കണ്ട, പക്ഷെ എൻ്റെ കൂടെ വന്നൊന്ന് ഇരിക്കണേ പ്ലീസ്. ഇല്ലെങ്കിൽ ഇവിടെ അറിയാത്ത ആളുകളുടെ കൂടെ ഞാനും ഇരിക്കേണ്ടി വരും. കൂടെ വന്ന് ഒന്ന് ഇരുന്ന് തന്നാൽ മതി. അവൾ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കെഞ്ചി. ഓ ശരി ശരി, ഞാൻ വരാം. അവൾ പറഞ്ഞതും ആദിയുടെ കണ്ണുകൾ വിടർന്നു. വാ, സോനയെ കണ്ടിട്ട് വരാം. അമ്മ പറഞ്ഞതും ആദി തലയാട്ടിക്കൊണ്ട് അവളുടെ കൂടെ ചെന്നു. അവർ സോനയുടെ മുറിയിലെ അടുത്തേക്ക് ചെന്നതും അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വാതിലിലൊന്ന് മുട്ടിയതും ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. നിൽക്കുന്നതേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ കയറാം. ആ പെൺകുട്ടി അവരെ രണ്ടുപേരെ നോക്കി മറുപടി പറഞ്ഞു. ആരാ ചേച്ചി? പുറകിൽ നിന്നും സോനയുടെ ശബ്ദം കേട്ടു. എടി, ഞങ്ങളാ, അമ്മ അവളോട് പറഞ്ഞു. ചേച്ചി, അവരെ അകത്തേക്ക് കയറ്റിവിട്ടോ, എൻ്റെ ഫ്രണ്ട്സാ. അവിടെ ശബ്ദം കേട്ടതും സോന പറഞ്ഞു. അത് കേട്ട് ആ ചേച്ചി വാതിൽ തുറന്നു. അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി. സോനയെ കണ്ടതും ആദിയുടെയും അമ്മുവിൻ്റെയും കണ്ണുകൾ വിടർന്നു. ഒരു വൈറ്റ് കളർ ഗൗണാണ് വേഷം. തലയിൽ കിരീടം പോലെ തിളങ്ങുന്ന ഒരു ക്രൗൺ വെച്ചിട്ടുണ്ട്. കഴുത്തിലൊരു വെള്ളക്കല്ലിൻ്റെ ഡയമണ്ട് നെക്ലേസ്, അതിൻ്റെ തന്നെ പാറ്റേൺ വരുന്ന കമ്മലും. ഇരു കയ്യിലും വെള്ള ഡയമണ്ടിൻ്റെ വലിയ 2 വളകളും മോതിരങ്ങളും. ശരിക്കും പറഞ്ഞാൽ അവൾ ആ ഡ്രസ്സിൽ തിളങ്ങുന്നത് പോലെ അവർക്ക് രണ്ടുപേർക്കും തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു സോന ആ ഡ്രസ്സിൽ കാണാൻ. എങ്ങനെയുണ്ട്? അവർ രണ്ടുപേരും കണ്ണുകൾ വിടർത്തി അവളെ നോക്കുന്നത് കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. നിന്റെ 2 വശത്തും 2 ചിറകുകൾ വെച്ചാ ഒരു മാലാഖയായി.
ആദ്യം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളെ ഒരുക്കിക്കൊണ്ടിരുന്ന ചേച്ചി ആദ്യം ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൾ നല്ല അർത്ഥത്തിലാണെന്ന് പറഞ്ഞതെങ്കിലും അവരെ കളിയാക്കുന്നത് പോലെയാണ് അവർക്കപ്പോൾ തോന്നിയത്. അത് കേട്ടതും അമ്മു അവളുടെ വാ പൊത്തിപ്പിടിച്ചു. സോറി ചേച്ചി, അവൾ അങ്ങനെയൊക്കെ വർത്താനം പറയും, നല്ലതാണെന്ന് അവൾ ഉദ്ദേശിച്ചത്. അമ്മു അവരെ നോക്കി പറഞ്ഞതും അവരൊന്ന് കടുപ്പിച്ചു മൂളി. ഞാനൊരു സത്യം പറഞ്ഞത് ഈ ചേച്ചിക്ക് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. അവരുടെ മുഖം കണ്ടതും ആദിത്യ പതിയെ അമ്മുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞിട്ടല്ലേ? അമ്മു തിരികെ അവളോട് ചോദിച്ചു. ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. വെള്ള ഡ്രസ്സിൽ ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ സോനയെ നോക്കിക്കേ. പണ്ടൊക്കെ ടി വി കാണുന്ന മാലാഖയ്ക്ക് ചിറകില്ല, അത്രേ ഉള്ളു വ്യത്യാസം. അപ്പോൾ ഒരു ചിറക് വെച്ച് കൊടുക്കാൻ പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ? അവരൊരിക്കലും കൊള്ളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആദിത്യ പറഞ്ഞതും അമ്മു അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ഒന്നും മിണ്ടണ്ട. അമ്മ അവളോട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടില്ല എന്നുള്ള രീതിയിൽ വാപൊത്തി കാണിച്ചു. അപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് സോനയെ ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് പോയി. സോന പറഞ്ഞത് പ്രകാരം അമ്മുവും ആദ്യം അവളോടൊപ്പം ചെന്നു. അവരോടൊപ്പമുള്ള കുറച്ച് ഫോട്ടോസും അവരുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസും ഒക്കെ അവർ അവരെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ചടങ്ങുകളും കഴിഞ്ഞു. അവർ പള്ളിയിലേക്ക് പുറപ്പെട്ടു. സോനയെ കൊണ്ടുപോയ കാറിൻ്റെ പുറകിലായുള്ള കാറിലായിരുന്നു അവർ രണ്ടുപേരും കയറിയത്. ആദ്യം അമ്മു പള്ളിയിൽ ചെന്നിട്ട് ആദ്യം നോക്കിയത് സിദ്ധുവിനെ അശ്വിനെയായിരുന്നു. എന്നാൽ അപ്പോഴാണ് ചെറുക്കൻ്റെ വീട്ടുകാർ പള്ളിയിൽ എത്തിയിട്ടില്ല എന്നവർ അറിഞ്ഞത്. സോന വന്നല്ലോ, എന്നിട്ട് തരുണേട്ടനെ കണ്ടില്ല. ആദ്യം സംശയത്തോടെ അമ്മുവിനോട് ചോദിച്ചു. പെണ്ണ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെറുക്കൻ വരികയുള്ളൂ, അതുകൊണ്ടാ. അവരിപ്പോൾ വരുമായിരിക്കും, അവർക്ക് അടുത്തല്ലേ പള്ളി. അമ്മു ആദിയോട് പറഞ്ഞു. എങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. പള്ളിയുടെ സൈഡിലായിട്ട് വെള്ളം കൊടുക്കുന്നത് കണ്ട് ആദ്യം ചിരിച്ചുകൊണ്ട് അമ്മുവിനോട് പറഞ്ഞു. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ? അമ്മ അവളുടെ നേരെ മുഖം കൂർപ്പിച്ച് ചോദിക്കാൻ തുടങ്ങിയതും ആദി ചിരിച്ചു കാണിച്ചു. അവൾ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് ആദിക്ക് അറിയായിരുന്നു. നിന്റെ വയറ്റിൽ ഇത്രയും സ്ഥലമുണ്ടോ? തരുണേട്ടൻ്റെ വീട്ടിൽ നിന്നും കഴിച്ചത് പോരാഞ്ഞിട്ട് സോനയുടെ വീട്ടിൽ പോയപ്പോഴും കഴിച്ചു, എന്നിട്ട് ഇതേ വെള്ളവും കുടിക്കണം. അമ്മ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആകെ ഒരു ദിവസം കിട്ടുന്നതാ. ആദ്യം അമ്മുവിനെ നോക്കി. അതെന്താ, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിന്റെ വീട്ടിൽ പട്ടിണിയാണോ? അമ്മു തിരികെ അവളോട് ചോദിച്ചു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വെറൈറ്റി ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം. അവൾ അമ്മുവിനെ നോക്കി ചിരിച്ചു കാണിച്ചു. ഹോ, ഇങ്ങനൊരു പെണ്ണ്. ഞാൻ വീട്ടിൽ എൻ്റെ മമ്മിയോട് പറഞ്ഞേക്കാം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആര് വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചാലും നിന്നെ പറഞ്ഞു വിട്ടാൽ മതിയെന്ന്. അമ്മു പറഞ്ഞതും അവൾ വീണ്ടും ചിരിച്ചു. വാ, നമുക്ക് കുടിക്കാം. ഇനി അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല എന്ന് വേണ്ട. അതും പറഞ്ഞ് അമ്മു സോനയുടെ കൈയും പിടിച്ച് വെള്ളം കൊടുക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ഒരുതരം ജ്യൂസായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. തണ്ണിമത്തൻ, മുന്തിരി, പാഷൻ ഫ്രൂട്ട്. അമ്മു എടുത്തത് തണ്ണിമത്തനായിരുന്നു. ആദ്യം പിന്നെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അവൾ ആദ്യം തണ്ണിമത്തൻ എടുത്തു, അതിനുശേഷം മുന്തിരിയും പാഷൻ ഫ്രൂട്ടും കുടിച്ചു. അമ്മു തണ്ണിമത്തൻ എടുത്ത് കുറച്ച് വായിലേക്ക് വെച്ചതും അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി. അവൾ പെട്ടെന്ന് വാ പൊത്തിക്കൊണ്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. അമ്മു, എന്താ പറ്റിയത്? അവൾ അമ്മുവിൻ്റെ മുതുക് തടവി കൊടുക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. അറിയില്ല, എനിക്കിതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല. അമ്മു അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. എങ്കിതേ നീ ഈ ജ്യൂസ് കുടിച്ചു നോക്ക്. ആദ്യം അവളുടെ കയ്യിലിരുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ടടി, എനിക്കൊന്നും വേണ്ട. എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി. അമ്മു പറഞ്ഞതും ആദ്യം തലയാട്ടി. സിദ്ധുവേട്ടനെ വിളിക്കണോ അമ്മു? ആദ്യം സംശയത്തോട് ചോദിച്ചു. അയ്യോ വേണ്ടടി, ഏട്ടനോട് പറയണ്ട, അവരിപ്പോൾ വരുമല്ലോ. അവൾ പറഞ്ഞതും ആദ്യം തലയാട്ടി. നമുക്കകത്ത് പള്ളിയിലേക്ക് കയറിയിരിക്കാം. ആദ്യം പറഞ്ഞതിന് ശേഷം അമ്മുവിനെയും കൂട്ടി പള്ളിയിലേക്ക് നടന്നു. അവർ പള്ളിക്കകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും തരുണിൻ്റെ കാറ് പള്ളിമുറ്റത്തേക്ക് വന്നിരുന്നു. ദേ, അവരൊക്കെ എത്തി. ആദ്യം പറഞ്ഞതും അമ്മു അങ്ങോട്ടേക്ക് നോക്കി. തരുണിൻ്റെ കാറിൻ്റെ പുറകിലായിട്ടായിരുന്നു സിദ്ധുവും അശ്വിനും കൂടി വന്നത്. അവരെ കണ്ടതും പെൺപിള്ളേർ രണ്ടുപേരും പള്ളിമുറ്റത്ത് തന്നെ നിന്നു. തരുണിൻ്റെ കാറ് സോനയുടെ കാറിൻ്റെ മറുസൈഡിലായിട്ടായിരുന്നു വന്നു നിന്നത്. അവൻ്റെ കാറ് വന്നതും സോന തൻ്റെ സൈഡിലുള്ള വിൻഡോ ഓപ്പൺ ചെയ്തു. എന്നിട്ട് മറുവശത്തിരിക്കുന്ന തരുണിനെ നോക്കി. അവനും സോനയെ നോക്കുകയായിരുന്നു. വെള്ള ഗൗണിൽ അവൾ സുന്ദരിയായിട്ടിരിക്കുന്നത് പോലെ അവന് തോന്നി. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കാറിൽ നിന്നും ഇറങ്ങിയ സിദ്ധു ആദ്യം നോക്കിയത് അമ്മുവിനെയായിരുന്നു. അശ്വിൻ്റെ കണ്ണുകളും ആദിയെ തേടിപ്പോയി. അമ്മുവിനെ നോക്കിയ സിദ്ധു പെട്ടെന്ന് നെറ്റിച്ചൊളിച്ചു. അമ്മു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവളുടെ മുഖത്തു നിന്നും എന്തോ മനസ്സിലായതുപോലെ സിദ്ധു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു. അശ്വിനും അവരുടെ അടുത്തേക്ക് തന്നെ ചെന്നു. എന്താ അമ്മു, എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? അവൻ ഒറ്റ ശ്വാസത്തിൽ തന്നെ അവലാതിയോടുകൂടി അവളോട് ചോദിച്ചു. അത് പിന്നെ, അമ്മു പറയാൻ തുടങ്ങി. അമ്മു ഛർദ്ദിച്ചു. അവൾ പറയാൻ തുടങ്ങിയതും ആദ്യം പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും സിദ്ധു ആണോ എന്നുള്ള രീതിയിൽ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനമ്മു ആണെന്ന് അവനെ നോക്കി തലയാട്ടി. അതെന്താ മോളെ പെട്ടെന്ന്? അശ്വിൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അറിയില്ല ചേട്ടായി, അവൾ മറുപടി പറഞ്ഞു.
അത് ജ്യൂസ് കുടിക്കാൻ ഞാൻ അമ്മുവിനെ വിളിച്ചുകൊണ്ട് പോയി. അവൾ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് എടുത്തത്. കുറച്ച് കുടിച്ചപ്പോഴേക്കും അവൾ ഛർദ്ദിച്ചു. അവൾക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ, നല്ല ജ്യൂസായിരുന്നു. എന്താണോ എന്തോ അമ്മുവിനും ഇഷ്ടപ്പെടാഞ്ഞത്. ഇനി വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദ്യം സംശയത്തോട് ചോദിച്ചതും സിദ്ധു അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അശ്വിനും ആദ്യം നോക്കി. വേറെന്ത് കുഴപ്പം? അവൾക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ? അശ്വിൻ സംശയത്തോടെ ആദിയോട് പറഞ്ഞു. അതല്ല അശ്വിനേട്ടാ, ഇവൾക്ക് ഇഡലി ഗർഭം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. ആദി ചുണ്ടിൽ കൈവച്ച് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തുവാ? മനസ്സിലാകുന്ന ഭാഷയെ പറ ആദി. അശ്വിൻ അവളെ നോക്കി പറഞ്ഞതും ആദി ചിരിച്ചു കാണിച്ചു. അത് ഇവൾ ഗർഭിണിയാണോ എന്ന് സംശയം. ആദി പെട്ടെന്ന് പറഞ്ഞതും അശ്വിൻ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മു സിദ്ധുവിനെയും സിദ്ധു അമ്മുവിനെയും നോക്കുമായിരുന്നു. ഇനി അങ്ങനെയാണോ മോളെ? അശ്വിൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ട് അവൾ വീണ്ടും സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അതളിയ, ഞങ്ങളെ കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് കരുതിയിരുന്നതാ. രാവിലെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു. പിന്നെ ഇവരുടെ കല്യാണം ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകാഞ്ഞത്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ നാളെ ഒന്ന് കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് കരുതി. സിദ്ധു അശ്വിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണോ? ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതാ. അപ്പോൾ അത് ശരിക്കുള്ളതാണോ? അത് കേട്ട ആദ്യം സംശയത്തോടെ അവരെ നോക്കി. അറിയില്ല, ഞങ്ങൾക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. നാളെ കൊണ്ടുപോയി ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ, സിദ്ധു മറുപടി പറഞ്ഞു. അത് കേട്ട് അശ്വിൻ അവളുടെ നെറുകയിലൊന്ന് തലോടി വാത്സല്യത്തോടെ. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും അച്ഛൻ പെണ്ണിനോടും ചെറുക്കനോടും അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. പിന്നെ ഫോട്ടോഗ്രാഫർമാരുടെയും അവരുടെ കുടുംബക്കാരുടെയും ബഹളം കാരണം സിദ്ധു അമ്മുവിനെയും കൂട്ടി പള്ളിക്കകത്തേക്ക് കയറിയിരുന്നു. അശ്വിനും ആദിയും അവരുടെ ബെഞ്ചിൽ തന്നെയായിരുന്നു ഇരുന്നത്. അമ്മു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിൽ പോണോ? സിദ്ധു സംശയത്തോടെ അവളോട് ചോദിച്ചു. വേണ്ട ബേട്ടാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം കുടിച്ചപ്പോൾ അങ്ങനെ തോന്നി. ഇപ്പത് മാറി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധു അവളെ തോളിൽ കൂടി പിടിച്ച് അവനിലേക്ക് ചേർത്തു.